ഇതൊരു ആകസ്മികമായി സംഭവിച്ച കാര്യമല്ല. മഹാത്മാഗാന്ധി വധത്തിൽ ആരോപിതനായിരുന്നു സവാർക്കർ. അദ്ദേഹം പ്രതിക്കൂട്ടിലുണ്ടായിരുന്നു. ദിഗംബർ ബാഡ്ജയുടെ മൊഴി പ്രകാരം സവർക്കറിന് ഈ ഗാന്ധി വധത്തിൽ കൃത്യമായ പങ്കുണ്ടായിരുന്നു. തെളിവുകളുടെ അഭാവത്തിൽ മാത്രമാണ് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ വെറുതെ വിട്ടത്. ഈ ഗവൺമെന്റ് എല്ലാ കാലത്തും സവാർക്കറിനെ ഗാന്ധിജിയുടെ മൂടിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചിരുന്നു. പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഗാന്ധിജിക്ക് നേരെ എതിർവശമാണ് സവാർക്കറിന്റെ പടം കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഈ പോസ്റ്ററിൽ സവാർക്കർ ഗാന്ധിജിയുടെ മുകളിൽ സ്ഥാനം പിടിക്കുന്നു എന്ന് പറയുന്നത് സവാർക്കറുടെ ഗാന്ധിജിയുടെ മുകളിൽ തന്നെ കാണാനുള്ള ഹിന്ദുത്വ ശക്തികളുടെ ആഗ്രഹമാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. യഥാർത്ഥത്തില് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ ഭരണഘടന അംഗീകരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ഒരു ഗവൺമെന്റ് ഇന്ത്യൻ ജനതയോട് കാണിക്കുന്ന വഞ്ചനയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങളെ ആക്ഷേപിക്കുകയാണ്, അപഹസിക്കുകയാണ്. ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ പാതയിലേക്കുള്ള പ്രയാണത്തിൽ ഇതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണെന്ന് BJP-യും RSSും തിരിച്ചറിയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പോസ്റ്ററെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം എല്ലാവരും കേട്ടിട്ടുണ്ടാകും. അതായത് ഇന്ത്യയിൽ എത്രയോ കലാപങ്ങൾക്ക് വഴിവെച്ച RSSനെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം. ഇതൊന്നുമല്ല ഇന്ത്യ പ്രധാനമന്ത്രിയുടെ പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥത്തില് ഇന്ത്യൻ ഭരണഘടന BJP-യുടെ കൈകളിൽ, നരേന്ദ്രമോദിയുടെ കൈകളിൽ ഭദ്രമല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്.